ഈ വിഷയത്തിൽ IMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നൂഹു ചേരുന്നുണ്ട്. ശ്രീ ഡോക്ടർ സുൽഫി നൂഹു, ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 3ഓളം പ്രതികളെ പിടികൂടുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ IMA മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? നേരത്തെ വാർത്താ സമ്മേളനത്തിലുൾപ്പെടെ IMA പറഞ്ഞിരുന്ന കാര്യം, രോഗികളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷേ അത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാൻ തങ്ങൾ നിർബന്ധിതരാവുകയാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ പോലും ഈ ഘട്ടത്തിൽ 3ഓളം പ്രതികളെ പിടികൂടുകയും ബാക്കിയുള്ളതിൽ കൃത്യമായ അന്വേഷണം നടന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായും രോഗികളെ വലിയ തരത്തിൽ ബാധിക്കും ഈ വേനൽക്കാലത്ത്, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ IMAയുടെ ഈ സമരം. ഞങ്ങൾ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ, 3 പ്രതികളെ പിടിച്ചു. പ്രധാന പ്രതി ഇപ്പോഴും പുറത്താണ്. അതായത് ഇതിനെ ഈ പ്രധാന പ്രതി എന്ന് പറയുന്ന ആള് ഈ ഒരു വിഷയത്തിൽ, അതായത് സ്കാൻ ലേറ്റായി, സ്കാനിൽ ഉള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട കത്രിക കണ്ണം ഉണ്ടാവണം, അതുകൊണ്ടാണ് സ്കാൻ തരാത്തത്, സ്കാൻ കാണണം എന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടി വന്ന് രണ്ടാമത് അവിടെ വന്ന് ബഹളമുണ്ടാക്കിയ പ്രധാന പ്രതി പുറത്താണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഇതൊരു വളരെ സമൂഹം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന ഒരു ഡോക്ടറിനെയാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇങ്ങനെ വളരെ കുറച്ച് രീതിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ ഇപ്പം ഓരോ രോഗി മരിക്കുമ്പോഴും, ആശുപത്രിയിൽ രോഗികൾ മരിക്കും. അങ്ങനെയാണല്ലോ, ചികിത്സ നൽകുമ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയും നമുക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും മരണങ്ങൾ സ്വാഭാവികമാണ്. നിർഭാഗ്യവശാൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ഓരോ രോഗി മരിക്കുമ്പോഴും ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്, പ്രതിരോധ മാർഗങ്ങൾ ശ്രമിക്കുകയും വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഹലോ, തുടർന്നോളൂ ഡോക്ടർ. അതായത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമരമുറ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരങ്ങൾക്ക് പോലും ഒരു ഷാർപ്നെസ് കുറവാണ്. മറ്റാൾക്കാർ സമരം ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് സുദീർഘമായി സമരം ചെയ്യാൻ കഴിയില്ല. ഈ ഡിഫക്റ്റ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നവും. സമരം ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് തിരിച്ച് മർദ്ദിക്കാൻ കഴിയില്ല. അത് ഞങ്ങളുടെ ജോലിയല്ല, ഞങ്ങൾ അങ്ങനെ ശീലിച്ചവരല്ല. ആശുപത്രിയിലെ മർദ്ദനങ്ങൾ നടക്കുമ്പോൾ നിശബ്ദരായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. മറ്റേതൊരു സ്ഥാപനത്തിലും അങ്ങനെ അല്ല. നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനമായിക്കോട്ടെ, ഒരു ചെറുകിട കച്ചവട സ്ഥാപനമായിക്കോട്ടെ, എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മർദ്ദനം നടക്കുമോ? നിങ്ങൾ തന്ന കച്ചവടം നടത്തിയ ആഹാര സാധനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവകകൾക്കോ എന്തെങ്കിലും കേടുപാടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ മർദ്ദനം നടക്കുമോ? മർദ്ദിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. ഇതിവിടെ കിട്ടുന്നില്ല. അത് നിരന്തരം തുടർന്നു വരികയാണ്. അതുകൊണ്ട് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. എല്ലാ കാലവും ഇത്തരം ഏതെങ്കിലുമൊക്കെ രോഗത്തിന്റെ കാലഘട്ടമാണ്. അടുത്തത് മഴക്കാലം വരുന്നുണ്ട്. മഴക്കാലത്താണ് രോഗികളുടെ എണ്ണം കുത്തനെ കൂടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിനൊരു കാലം നോക്കി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ കഴിയില്ല. എല്ലാ ദിവസവും 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടിരിക്കുക. തീർച്ചയായിട്ടും അത്യാഹിത വിഭാഗവും ലേബർ റൂമും എമർജൻസി ശസ്ത്രക്രിയകളും ഒക്കെ തന്നെ നടക്കാൻ അത് പതിവ് പോലെ നടക്കും. പക്ഷേ ഞങ്ങളുടെ പ്രതിഷേധം കാണിക്കുവാൻ മറ്റു മാർഗങ്ങളില്ല. പ്രധാന പ്രതിയെ തീർച്ചയായിട്ടും അന്വേഷണം നടക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസമായി. 10 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഈ മർദ്ദനം നടക്കുന്നത് നമ്മുടെ ഇവരുടെ മുൻപിൽ വെച്ചാണ്, പോലീസുകാരുടെ മുൻപിൽ വെച്ചാണ്. അപ്പോൾ പിടിക്കാൻ എന്താണ് നമ്മൾക്ക് ഈ പലതരത്തിലുള്ള അവിടെ വാർത്തകൾ പരക്കുന്നുണ്ട്. അത് അവിടെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നും നിലവിലില്ല. പക്ഷേ എങ്കിലും അവിടെ എന്തോ ചില ഇൻഹിബിഷൻ നടക്കുന്നു. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹു. തിരക്കുകൾ